ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കിക്കേ, ഇതാരുടെ മുന്നിലാന്ന് നോക്കിക്കേ. ഇതാരാ? നമ്മുടെ കോയമ്പത്തൂരുള്ള ഉഷ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. അവിടുത്തെ ക്രൗഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നല്ല തിരക്കുണ്ട്. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോഹം, എനിക്ക് ഒരു രണ്ട് തിരുവാതിര ചുവട് ഇവിടെ ഒന്ന് കളിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ മുന്നിൽ വെച്ച് 2 ചുവട് കളിക്കാൻ പോവാണ്. നമ്മളതിൻ്റെ വീഡിയോ എടുക്കാൻ പോവാണ്. റെഡിയല്ലേ? എവിടെ നിന്നൊരു വീഡിയോ എടുക്കുമെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. മീൻവേൽ നമുക്ക് ആ ഭഗവാന്റെ അടുത്ത് നിന്ന് നോക്കാം. ഇത് നോക്കിക്കേ, എന്തൊരു കൂറ്റനാണെന്നറിയാം ആ സ്റ്റാച്യു. നമ്മൾ അടുത്ത് നിന്ന് കാണണം, ഭയങ്കര രസമാണ്. പാത്തുക്കുട്ടിയെ ഞാൻ ചുമ്മാ ഓരോ സ്റ്റെപ്സൊക്കെ എടുപ്പിക്കുന്നുണ്ട്, പക്ഷെ നടന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഞാനൊരു സ്ഥലം അവസാനം കണ്ടുപിടിച്ചു. 1 2 3 4 1 2 3 4. ഇതൊന്നുകൂടെ വ്യക്തമായി കാണിക്കാം. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ ആദിയോഗിക കണ്ടിട്ട് തിരിച്ചത് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ വെച്ച് ഒറ്റ ചോടെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ലോ, ഭയങ്കര ക്രൗഡായിരുന്നു, നിറച്ച് ജനം. എനിക്കങ്ങ് നാണക്കേട് പോലെ. ഇവരെല്ലാവരും എന്നെ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ചോടയിലും ഭഗവാന്റെ മുന്നിൽ വെച്ച് എടുത്തല്ലോ, ബാക്കി വീട്ടിൽ വന്നിട്ട് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. ബാക്കി ചോട് നമുക്ക് വേഗം പഠിക്കാം. വളരെ സിമ്പിളാണ്. ഇത് നോക്കണേ. 1 2 3 4 1 2 3 4. ഓക്കെ. ഇനി അപ്പം നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ കാല് ജസ്റ്റ് ഒന്ന് എടുത്തു അല്ലേ. ഇനി എന്നാ ചെയ്യണം നോക്കിക്കോണം. അതെ 1 എന്നിട്ട് ഇപ്പുറത്ത് ചുമ്മാ ഒന്ന് ചവിട്ടും കേട്ടോ. 2 ചവിട്ടും, 3 ചവിട്ടും, 4 ചവിട്ടും. നോക്കിക്കേ, 1 ചവിട്ട്, 2 ചവിട്ട്, 3 ചവിട്ട്, 4 ചവിട്ട്, 5 ചവിട്ട്, 6 ചവിട്ട്, 7 ചവിട്ട്, 8 ചവിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മളിപ്പം ഈ കാലാണ് നമ്മൾ ഇങ്ങനെ 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 കൊണ്ടുവരുന്നതെങ്കിൽ എപ്പോഴും ചവിട്ടേണ്ടത് ഇപ്പുറത്തെ കാലാണ്. മനസ്സിലായോ? വലത് കാല് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഇടത് കാല് ചവിട്ടി ചവിട്ടി കൊടുക്കുക. ഇടത് കാല് നമ്മളിതാ ഇങ്ങനെ 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 നീക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? വലത് കാല് ചവിട്ടി കൊടുക്കുക. ഇതാണ് സ്റ്റെപ്പ് 2. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വെറുതെ നിന്നിട്ട് ഇങ്ങനെ വെക്കുന്നു, 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 ഇങ്ങനെ വെക്കുന്നു. സ്റ്റെപ്പ് 2 വരുമ്പോൾ എന്ത് ചെയ്യണം? വെറുതെ വെച്ചാൽ പോരാ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചവിട്ടണം, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചവിട്ടണം, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചവിട്ടണം, മുന്നിൽ കൊണ്ടുവന്നിട്ട് അവിടെ ചവിട്ടണം. ഇടത് കാല് വെച്ചു, വലത് ചവിട്ടി, ഇടത് കാല് വെച്ചു, വലത് ചവിട്ടി, ഇടത് കാല് പുറകിൽ, വലത് ചവിട്ടി, ഇടത് വലത്. ഇതാണ് സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3 കളിക്കുമ്പോൾ നമ്മളിപ്പം ചുമ്മാ കാല് ഇങ്ങനെ വെച്ചല്ലേ, അതിന് പകരം ഇവിടെ ഒന്ന് ഇരിക്കണം. കണ്ടോ? കണ്ടേ, ഒന്ന് കാലൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ? മടക്കി പുറകിൽ ചവിട്ടി. കണ്ടോ? ഇപ്പുറത്ത് ഒരു മടക്കുമില്ല, നീട്ടി തന്നെ ചവിട്ടി. പുറകിൽ നമ്മൾ ഇങ്ങനെ വെറുതെ വെച്ചിട്ട് നമ്മൾ ഒന്ന് മടക്കി കൊടുത്തു, ചവിട്ടി, നേരെ നേരെ. നോക്കിക്കേ, ഇരുന്നു, ചവിട്ടി, നേരെ ചവിട്ടി, ഇരുന്നു, ചവിട്ടി, നേരെ ചവിട്ടി, ഇരുന്നു, ചവിട്ടി, നേരെ ചവിട്ടി, ഇരുന്നു, ചവിട്ടി, നേരെ ചവിട്ടി. സംഭവം സെറ്റായേ? ഓക്കെ ആണേ? ഇതിൻ്റെ കൈയും കൂടെ നോക്കണം. ഇത് നോക്കിക്കോണേ. ആദ്യം നമ്മൾ ഇരുന്നു അല്ലേ, ഇരുന്നു, കൈ ഇങ്ങനെ വെച്ചു, ചവിട്ടി, നേരെ വരുമ്പോൾ ഇങ്ങനെ വെച്ചു, ചവിട്ടി, ഇരുന്നു, കൈ ഇങ്ങനെ വെച്ചു, ചവിട്ടി, നേരെ ചവിട്ടി, ഇരുന്നു, ചവിട്ടി, നേരെ ചവിട്ടി, ഇരുന്നു, ചവിട്ടി, ഇരുന്നു, അല്ല നിന്നു, ചവിട്ടി. സെറ്റാണേ? ഇനി ഇത് ഈ താളത്തിലല്ല നമ്മൾ കളിക്കേണ്ടത്, സ്പീഡിൽ കളിക്കണം. അപ്പം ഇതെങ്ങനെ കളിക്കാൻ നോക്കിക്കേ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇങ്ങനെയാണ് 8 ചവിട് കളിക്കേണ്ടത്. ഓക്കെ അല്ലേ?
ഇനിയും 8 ചുവട് കളിക്കാൻ പറ്റത്തില്ല എന്ന് ആരും പരാതി പറയരുത് കേട്ടോ. കാരണം ഇതിൽ സിമ്പിളായിട്ട് നമുക്കിത് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. തിരുവാതിരകളിൽ 8 ചുവടില്ലാതെ പിന്നെ എന്താ അല്ലേ? 8 ചുവടാണ് തിരുവാതിരകളുടെ മെയിൻ ഐറ്റം, അത് വേണം താനും. അപ്പോൾ എല്ലാവരും പഠിക്കുക. വീണ്ടും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് ചെറിയ ചെറിയ പൊടിക്കൈകളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഇത് 5.